ഈ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ താണ്ടി ഞങ്ങൾ പോകുന്നത് നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോകുന്ന പോക്കാണ് കേട്ടോ. പെരുന്നാൾ കൊടി ഇറങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ ഈ റോഡൊക്കെ മിക്കപ്പോഴും വിജനമായി കിടക്കുന്ന റോഡാണ്. പക്ഷേ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ ആകുമ്പോഴാണ് കേട്ടോ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇവിടെ. അപ്പൊ മെയിൻ വാതിൽ വഴി പള്ളിയിലേക്ക് കയറാൻ കഴിയുമായിരുന്നില്ല കേട്ടോ. അതിനുവേണ്ടി തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡിൽ വേറൊരു വാതിൽ വഴി കയറിയിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു മുന്നിൽ കാണുന്ന ദേവാലയത്തിന്റെ പുറകിലായിട്ട് തന്നെ പഴയ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. 1581 ദേവാലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരുണ്ടാക്കിയ ദേവാലയമാണ് കേട്ടോ ഇത്. ഇതിന്റെ ഭിത്തിയൊക്കെ തന്നെ കരിങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെയും ആൾക്കാർ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ വരുന്നതിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ മറ്റൊരു കഥയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ അർത്തുങ്കൽ പള്ളിയിലെ സെബസ്ത്യാനോസ് എന്ന വെളുത്തച്ഛനും സാക്ഷാൽ ശബരിമല അയ്യപ്പനും സുഹൃത്തുക്കളായിരുന്നു. ചേർത്തലയ്ക്കടുത്ത് മുഹമ്മ എന്ന ഗ്രാമത്തിൽ ഇരുവരും ഒന്നിച്ച് കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളായതാണ് കേട്ടോ അവര്. അർത്തുങ്കൽ പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് മാല ഊരുന്ന ഒരു പതിവുണ്ട് കേട്ടോ ഇവിടെ. കാണാനായിട്ടാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരുമായിട്ടുള്ള അന്ത്യ അത്താഴത്തിന്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഇതൊരു കപ്പലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ നിന്നിറങ്ങി റോഡ് മുറിച്ച് കടന്ന് കടപ്പുറത്തോട്ട് പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ കച്ചവടക്കാരാണ് കേട്ടോ. പിള്ളേരെ ആകർഷിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും പൊരി പലഹാരങ്ങളും പല വിധത്തിലുള്ള പാത്രങ്ങള്, ഡ്രസ്സ്, ഉണക്കമീൻ വരെ അവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ വെയിലൊക്കെ താഴ്ന്ന് ഒരു 3 മണി ടൈമിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം തന്നെയാണ് ബെസ്റ്റ് ടൈം വരാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. അവരെയൊക്കെ കൊണ്ട് നടക്കേണ്ടതല്ലേ. കടപ്പുറത്തോട്ട് ഒരുപാട് ദൂരമുണ്ട്. ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഒരുപാട് വട്ടം പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പെരുന്നാൾ കൂടാനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഈ റോഡിന് ഇരുവശത്തുമുള്ള കാഴ്ചയെ കണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും ദൂരമുണ്ട് എന്നുള്ളത് നമുക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ നടന്ന് കടപ്പുറത്തെത്തിയപ്പോൾ നല്ല അടിപൊളി സൺസെറ്റിന്റെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. സൂര്യൻ ഒരു ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ പോവുകയാണ് കേട്ടോ. അണയാൻ പോകുന്ന സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് കേട്ടോ, നല്ല ഓറഞ്ച് കളറിൽ. അവസാനിക്കാൻ പോകുന്ന ചിലതിനൊക്കെ ഭംഗി ഏറും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അങ്ങനെ സൺസെറ്റ് കണ്ട് ബീച്ചിൽ ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ച്. അപ്പൊ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബീച്ചിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ബീച്ചിൽ പോയി ഇങ്ങനെ കടൽ തിരയായിട്ടൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ പോകാറുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവരും അർത്തുങ്കൽ ബീച്ച് കാണുന്നത്. ബീച്ചിലിറങ്ങി കളി തുടങ്ങിയ പിന്നെ തിരിച്ച് കയറ്റാനായിട്ട് വലിയ പാടാണ് കേട്ടോ രണ്ടുപേരെ. അപ്പൊ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ ഒരുപാട് ബജിക്കടകളും ഐസ്ക്രീം പാർലറുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ നിന്ന് കയറി ഞങ്ങൾ നേരെ ബജി കഴിക്കാനാണ് കേട്ടോ പോയത്. നല്ല ചൂട് മുളക് ബജിയും കോളിഫ്ലവർ ബജിയും സോസിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.